ഇനി നമുക്ക് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ദ ഗുഡ് സെക്ഷൻ 45-ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ക്ലോസ് 1 എന്താണ് അൺപെയ്ഡ് സെല്ലർ എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു സെല്ലറിന് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത് 2 സിറ്റുവേഷനിലാണ്. ഫസ്റ്റ് വൺ പറയുന്നത് കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്ത പോലെ ഫുൾ എമൗണ്ട് ബയ്യറിന് സെല്ലർ കൊടുത്തില്ലെങ്കിൽ ആ സെല്ലർ ഒരു അൺപെയ്ഡ് സെല്ലറാണ്. ഇപ്പോൾ ഹാഫ് എമൗണ്ട് മാത്രം കൊടുത്താൽ പോലും നമ്മൾ ആ സെല്ലറിനെ അൺപെയ്ഡ് സെല്ലർ എന്നാണെന്ന് പറയുക. ഫുൾ എമൗണ്ട് കിട്ടിയാലല്ലേ പെയ്ഡായെന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുന്നതിന് പകരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് കണ്ടീഷൻ പേയ്മെൻ്റ് ആയിട്ട് ബയർ കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെക്ക്, എന്നിട്ട് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഡിസോണറായി, ഇപ്പോൾ ചെക്കൊക്കെ ബൗൺസ് ആവില്ലേ, അതുപോലെ അങ്ങനെയൊരു സിറ്റുവേഷനിലും സെല്ലർ ബിക്കംസ് അൺപെയ്ഡ് സെല്ലർ. ഇനി എന്തൊക്കെയാണ് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ഗുഡ്സ്? ഗുഡ്സിൻ്റെ മേളിൽ എന്തൊക്കെ റൈറ്റ്സ് ആണ് ഈ അൺപെയ്ഡ് സെല്ലറിന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ പറയുന്നത് അൺപെയ്ഡ് സെല്ലേഴ്സ് ലീൻ സെക്ഷൻ 47-ലാണ് പറയുന്നത്. സെല്ലറിൻ്റെ കയ്യിൽ ഗുഡ്സിൻ്റെ പൊസഷൻ ഉണ്ടെങ്കിൽ സെല്ലറിന് റൈറ്റ് ടു ലീൻ ഉണ്ടാകും. റൈറ്റ് ടു ലീൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റീറ്റെയിൻ. സോ സെല്ലർ ക്യാൻ റീറ്റെയിൻ ദ ഗുഡ്സ് ഇൻ ദ കസ്റ്റഡി അൺടിൽ ദ ഹോൾ ഓഫ് ദ പ്രൈസ് ഈസ് പെയ്ഡ്. ഇനി സെക്കൻഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് സെക്ഷൻ 46 ക്ലോസ് 1 സബ് ക്ലോസ് ബിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി ഓഫ് ദ ബയർ സെല്ലർ ഹാസ് ദ റൈറ്റ് ഓഫ് സ്റ്റോപ്പിംഗ് ദ ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. അതായത് ഗുഡ്സ് ബയ്യറിന് കൊടുക്കാൻ കാരിയറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടതിന് ശേഷമാണ് ബയർ ഇൻസോൾവൻ്റ് ആയത് എന്ന് സെല്ലർ അറിഞ്ഞത് എന്നുണ്ടെങ്കിൽ സെല്ലറിന് ആ ട്രാൻസിറ്റിനെ സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതായത് ഒരു ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഗുഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ് കിട്ടാൻ യാതൊരു വകുപ്പുമില്ലല്ലോ. ഇൻസോൾവൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പാപ്പരാവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ബയറിന് ഗുഡ്സ് കൊടുക്കേണ്ട കാര്യം സെല്ലറിനില്ല. ഇനി മൂന്നാമത്തെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു റീസെയിൽ സെക്ഷൻ 57-ലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അൺപെയ്ഡ് സെല്ലറിന് ഫോളോയിങ് കണ്ടീഷനിൽ ഗുഡ്സ് റീസെയിൽ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന്, ഗുഡ്സ് പെറിഷബിൾ ആണെങ്കിൽ, നശിച്ചു പോകുന്ന ഗുഡ്സ് ആണെങ്കിൽ. രണ്ട്, സെല്ലർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബയർ എന്തെങ്കിലും ഫോൾട്ട് വരുത്തിയാൽ സെല്ലറിന് ഗുഡ്സ് റീസെയിൽ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെല്ലറിന് ഗുഡ്സ് റീസെയിൽ ചെയ്യാം. ദെൻ തേർഡ് വൺ പറയണത് സെല്ലർ റീസെയിൽ ചെയ്യാനുള്ള ഇൻറ്റൻഷൻ അറിയിച്ചിട്ടും ഒരു റീസണബിൾ ടൈം പീരീഡിനുള്ളിൽ ബയ്യർ പ്രൈസ് പേ ചെയ്തിട്ടില്ലെങ്കിലും സെല്ലറിന് റീസെയിൽ ചെയ്യാൻ പറ്റും. അടുത്തത് റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ എഗെയിൻസ്റ്റ് ബയ്യർ. അതായത് സെല്ലർ ബയ്യറിന് ഗുഡ്സ് പാസ് ചെയ്തു, പക്ഷേ ബയ്യർ പ്രൈസ് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അൺപെയ്ഡ് സെല്ലറിന് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടാവും എഗെയിൻസ്റ്റ് ദാറ്റ് ബയ്യർ? അതാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 55 പറയുന്ന ഫസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്യൂട്ട് ഫോർ പ്രൈസ്. സെല്ലർ മേ സ്യൂ ബയ്യർ ഫോർ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. അതുപോലെ സെക്ഷൻ 56 പറയുന്നത് സെല്ലർ മേ സ്യൂ ദ ബയ്യർ ഫോർ ഡാമേജ് ഫോർ നോൺ അക്സെപ്റ്റൻസ്. അപ്പോൾ ഇത്രയാണ് അൺപെയ്ഡ് സെല്ലറിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഇനി